ബന്ധങ്ങളുടെ വിശുദ്ധതയും വിശ്വാസത്തിൻ്റെ ആഴവും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗന്ദര്യവും നമ്മെ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ യാത്രയാണ് വിവാഹം. അതിനാൽ അവർ ഇനി രണ്ടല്ല, ഒരു ദേഹമാകുന്നു. ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർതിരിക്കാതിരിക്കട്ടെ എന്ന തിരുവചനത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. സുഖവും ദുഃഖവും വിജയവും വെല്ലുവിളികളും കൈകോർത്ത് കടന്നുപോയ ഈ 50 വർഷങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ജീവിക്കുന്ന മാതൃകയാണ്. ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ ഉണ്ണീശോ ചൊരിഞ്ഞ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്കായി നന്ദി ചൊല്ലിയും വരും വർഷങ്ങൾക്കായി പ്രാർത്ഥനയോടെ സമർപ്പിച്ചും നടത്തുന്ന ഈ സുവർണ സന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. നെടുമ്പുറം ദേവസി വറീദിൻ്റെയും ഏലയുടെയും ഇളയ മകനായി 1953 ജനുവരി 20 ദേവസിക്കുട്ടി ജനിച്ചു. കൂടപ്പിറപ്പായി ഒരേ ഒരു പെങ്ങൾ അന്നം. പഠനത്തിനു ശേഷം സെന്റ് മേരീസ് സെമിനാരിയിൽ ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് സെന്റ് തോമസ് കോളേജ് ഹോസ്റ്റലിൽ ജോലി ചെയ്തിരുന്ന കാലം. മകന് വിവാഹപ്രായമായപ്പോൾ അവന് ചേർന്ന ഇണയെ മാതാപിതാക്കൾ അന്വേഷിച്ചു. പഞ്ഞിക്കാരൻ തോമൻ ഔസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും 4ാമത്തെ മകളായി 1953 ഓഗസ്റ്റ് 31 ഏലമ്മ ജനിച്ചു. 4 സഹോദരങ്ങൾക്കൊപ്പം വളർന്നു വന്നു. മകൾക്ക് വിവാഹപ്രായമായപ്പോൾ അവളെ സുരക്ഷിതമായ കരങ്ങളിൽ ചേർത്ത് വയ്ക്കാൻ ആ മാതാപിതാക്കൾ മകൾക്ക് ചേർന്ന ഒരു വരനെ കണ്ടെത്തി. 1976 ഫെബ്രുവരി 2 മേലടൂർ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ ഉണ്ണീശോയെ സാക്ഷിയാക്കി ഫാദർ ജെയിംസ് പഴയാറ്റിൽ, ഫാദർ ജോർജ് മാളിയേക്കൽ, ഫാദർ വർഗീസ് പ്ലാശ്ശേരി എന്നിവരുടെ സാന്നിധ്യത്തിൽ ദേവസിക്കുട്ടി ഏലമ്മയുടെ കഴുത്തിൽ മിന്നുചാർത്തി. പ്രാർത്ഥനയോടും നന്ദിയോടും അവർ ഒന്നിച്ചുള്ള ജീവിതയാത്ര ആരംഭിച്ചു. ദൈവം 3 മക്കളെ നൽകി അവരെ അനുഗ്രഹിച്ചു. ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും ഇണങ്ങിയും പിണങ്ങിയും അവരുടെ വിവാഹത്തിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കി. ദേവസിക്കുട്ടി ഉണ്ണീശോയുടെ ദേവാലയത്തിൽ ദിവസവും മുടങ്ങാതെ ബലിയർപ്പിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. മക്കൾ 3 പേരും വിവാഹിതരായി. മൂത്ത മകളായി സവിതയും, 2ാമത്തെ മകളായി നിത്യയും, 3ാമത്തെ മകളായി ദീപ്തിയും ആ കുടുംബത്തിലേക്ക് വന്നു ചേർന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഇവരുടെ ജീവിതത്തിൽ എന്നും ലഭിക്കുമായിരുന്നു. കൊച്ചുമക്കൾ 7 പേർ: ആഞ്ചലിയ ബിജു, അബേല ബിജു, അൽന ഷൈജു, അൽഗ ഷൈജു, അമീസ് ഷൈജു, ജിസൽ എലിസബത്ത്, ഇലോൺ ദേവസ്. തൃശൂർ സെന്റ് മേരീസ് സെമിനാരിയിലും സെന്റ് തോമസ് കോളേജ് ഹോസ്റ്റൽ ഇൻചാർജായി 10 വർഷവും 33 വർഷക്കാലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെസഞ്ചർ പോസ്റ്റിലും ജോലി നോക്കി കൃതാർത്ഥനായി റിട്ടയർമെന്റ് ജീവിതം പ്രിയതമയ്ക്കൊപ്പം ചിലവഴിച്ചുകൊണ്ട് ദേവസിക്കുട്ടി സന്തോഷമായി ജീവിക്കുന്നു. കുടുംബം മാത്രമാകുന്ന തൻ്റെ ലോകത്തിൽ പ്രിയതമനൊപ്പം സന്തോഷത്തോടെ കഴിയുന്ന ഏലമ്മ എന്നും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും